പൂർണ്ണകഥ. അണ്ണന്റെ തണൽ. അവൾക്കന്ന് 10 വയസ്സായിരുന്നു, അവന് 17. അച്ഛന്റെ മരണവാർത്ത വീട്ടിലെത്തിയ ആ മഴയുള്ള ദിവസം മീരയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അമ്മയുടെ കരച്ചിൽ, ബന്ധുക്കളുടെ തിരക്ക്, അടുക്കളയിൽ നിശബ്ദമായി കിടക്കുന്ന ചോറ്, എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. പക്ഷേ അണ്ണൻ രാഘവ് എല്ലാം മനസ്സിലാക്കിയിരുന്നു. അന്ന് അവനൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ ഞാൻ അച്ഛനാണ്. അമ്മ അധികം നാളുകൾ ജീവിച്ചില്ല. രോഗം അവളെ പതുക്കെ കൊണ്ടുപോയി. അമ്മ പോയ ദിവസം മീര അണ്ണന്റെ കൈ മുറുകെ പിടിച്ചു ചോദിച്ചു, "അണ്ണാ, നമ്മളെ വിട്ട് നീയും പോവോ?" അവൻ ചിരിച്ചില്ല, പക്ഷേ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "നീ ശ്വസിക്കുന്നതുവരെ ഞാനുണ്ടാകും." പഠനം ഉപേക്ഷിച്ച് രാഘവ് ചെറിയ ജോലികൾ ചെയ്തു. രാവിലെ പത്രവിതരണം, പകലിൽ കടയിൽ ജോലി, രാത്രി ചായക്കട. മീര മാത്രം പഠിക്കണം, അത് അവന്റെ സ്വപ്നമായിരുന്നു. മീര സ്കൂളിൽ ഒന്നാമതെത്തുമ്പോഴെല്ലാം അവൾ മെഡൽ അണ്ണന്റെ കൈയിൽ വെച്ചു പറയും, "ഇത് നിന്റെതാണ്." അവൾ ഡോക്ടറാകണമെന്നു പറഞ്ഞു. രാഘവ് ആ രാത്രി ഉറങ്ങാതെ കണക്കുകൂട്ടി. കടം, ചെലവ്, ജോലി. പിന്നെ പറഞ്ഞു, "ഡോക്ടറല്ല, നീ ഏറ്റവും നല്ല മനുഷ്യയാകും." വർഷങ്ങൾ കടന്നു. മീര MBBS പാസ്സായി. ആദ്യ ശമ്പളം കിട്ടിയ ദിവസം അവൾ വീട്ടിലേക്ക് ഓടിവന്നു. രാഘവിന്റെ കൈയിൽ ആ കവർ വെച്ച് കണ്ണുനീരോടെ പറഞ്ഞു, "ഇനി വിശ്രമിക്കൂ അണ്ണാ, എന്റെ തണൽ ഇനി നിനക്കാണ്." രാഘവ് ഒന്നും പറഞ്ഞില്ല. അവന്റെ കണ്ണുനീർ മാത്രം ആ സ്നേഹത്തിന്റെ ഭാഷയായി. അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന ആ വീട്ടിൽ സഹോദരസ്നേഹം ഒരു കുടുംബം പണിതിരുന്നു. ചില ബന്ധങ്ങൾ സംസാരിക്കില്ല, ത്യാഗത്തിലൂടെയാണ് അവ ജീവിക്കുന്നത്. അതാണ് സഹോദരസ്നേഹം.